പ്രിയ ദൈവ പൈതലേ, ദൈവം ഇന്ന് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കട്ടെ എന്നും. പുറപ്പാട് പുസ്തകം 25-ാം 8-ാം വാക്യമാണ്. ഇന്ന് ഒരു വിശുദ്ധ മന്ദിരമായി നമ്മളുടെ ഹൃദയത്തെയാണ്, നമ്മളെയാണ് ദൈവം എടുത്തിരിക്കുന്നത്. അവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ആദ്യം അവൻ കൂടാരത്തിൽ വസിച്ചു, പിന്നീട് കൈപ്പണിയായ ശലോമോൻ ഉണ്ടാക്കിയ ആലയത്തിൽ വസിച്ചു. ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ശലോമോൻ അവനൊരു ആലയം പണിതു, അത്യുന്നതന്റെ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. എന്തുകൊണ്ടെന്നാൽ സ്വർഗവും ഭൂമിയും അവനുണ്ടാക്കിയതാണ്. നമ്മൾ കഴിക്കുന്ന ആലയം ഏതു വിധമാകുന്നു, ദൈവത്തിന്റെ വിശ്രമ സ്ഥലം ഏത്, ഇതൊക്കെയോ എൻ്റെ കൈയാലല്ലയോ ഉണ്ടാക്കിയതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം തകർക്കപ്പെട്ടുവെങ്കിൽ പുതിയതായി കർത്താവ് ഒന്ന് നിർമ്മിച്ചു, നിയമിച്ചു, അത് പ്രസ്താവിച്ചു. അത് നമ്മളുടെ ഉള്ളത്തിലാണ് ഇരിക്കുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നമ്മുടെ ശരീരം ഒരു മന്ദിരമായി മാറട്ടെ. ദൈവം ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ബിൽഡിങ്ങിൽ വന്നിരുന്ന് എല്ലാവരോടും കൂടിയിരുന്ന് ബഹളം വയ്ക്കുകയോ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മളെല്ലാവരും ഇൻറ്റിമസിയായി കർത്താവിന് യാഗമർപ്പിക്കണം. നമ്മുടെ മനസ്സിനെ ഹൃദയത്തെയും ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയാണ് ദൈവം ആഗ്രഹം. അതുകൊണ്ടാണ് അവൻ ഇന്ന് ഹൃദയങ്ങളിൽ വസിക്കുന്നത്. ഇസ്രായേലിനെ നോക്കുമ്പോഴറിയാം, ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ഇൻറ്റിമസിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവത്തിലെ 1 തെസ്സലോനിക്കർ 5:17 പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ, നിങ്ങളെപ്പോഴും സ്തോത്രം ചെയ്യുവിൻ. ഇന്ന് പകൽക്കാലത്തിൽ സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഇത്ര നാളായി നമ്മൾ അവനെ ആരാധിച്ചിട്ട് ഇന്ന് പകൽക്കാലത്തിൽ അവന് സ്തുതിയും സ്തോത്രവും ആരാധനയും കരയറ്റുക. ഇസ്രായേൽ മക്കൾ മന്ന കഴിച്ചപ്പോൾ അവർ സന്തോഷിച്ചുവെങ്കിൽ, എവ്രി ഡേ അവർ കഴിച്ചുവെങ്കിൽ, ഒരു ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാതിരിക്കാനല്ല, എവ്രി ഡേ ഈറ്റ് മന്ന, റിജോയ്സ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങളുടെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക. നിങ്ങളുടെ ശരീരം യഹോവയുടെ മന്ദിരമാകുന്നു. അവൻ ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിലാണ് വസിക്കുന്നത്. ആമേൻ. സോ കൈപ്പണിയായതിലോ കൂടാരത്തിലോ അല്ല ദൈവം വസിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതാണ് ഇന്ന് ആലയം. അപ്പോൾ തലയിൽ കൈവച്ച് പറഞ്ഞിട്ട്, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, അവൻ ഇന്ന് എൻ്റെ ഉള്ളത്തിലാണ് വസിക്കുന്നത്. ഹലോ, ഇസ്രായേലിൻ്റെ ദൈവം ഇന്ന് എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ, ഞാൻ അവൻ്റെ ആലയമാകുന്നുവെങ്കിൽ, ഞാൻ അതിനെ വിശുദ്ധിയിൽ ജീവിക്കണം. ആമേൻ. സോ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ദൈവത്തിൽ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുള്ള ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, മറ്റൊന്നുമല്ല. ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണോ താങ്കളുടേത്? അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയരട്ടെ. എല്ലാത്തിനും സ്തോത്രം ചെയ്താട്ടെ. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു.